മുണ്ടത്തിക്കോട് ദുരന്തം പുതിയ പള്ളിയിലെ ആദ്യ പെരുന്നാൾ ആഘോഷം ഉപേക്ഷിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തമുണ്ടായിടത്തു നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുട്ടംകുളം സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് പള്ളിയാണ് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായ ആഘോഷങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചത്. പഴയ പള്ളിയിൽ നിന്ന് മാറി സമീപത്ത് തന്നെ പണിത പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. സ്ഫോടനമുണ്ടായതോടെ പുതിയ പള്ളിയിലെ ആദ്യ പെരുന്നാൾ ഇവർ പൂർണ്ണമായും ഉപേക്ഷിക്കുകയായിരുന്നു. എല്ലാവരും അറിയുന്നവരാണ്, സ്നേഹിതർ, പള്ളിയിലൊക്കെ വന്നു പോകുന്നവരാണ്. വികാരി ഫാദർ സോബിൻ പായിക്കോട്ട് പറയുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് നടക്കേണ്ട പ്രദക്ഷിണം, വെടിക്കെട്ട്, ബുധനാഴ്ച നടക്കേണ്ട ഗാനമേള, കലാപരിപാടികൾ ഇതെല്ലാമാണ് മാറ്റിവെച്ചത്. പുതിയ പള്ളിയുടെ ചില ഭാഗങ്ങളിലും വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14 ചികിത്സയിലായിരുന്ന പാലക്കാട് പട്ടാമ്പി മുതുതല കോഴിക്കോട്ടിരി സ്വദേശി കൂളിക്കുന്ന് വീട്ടിൽ പ്രവീൺ ആണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. സ്ഫോടനത്തിൽ 90% പൊള്ളലേറ്റ പ്രവീൺ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ചൊവ്വാഴ്ച പകൽ 3:20 തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗം വെടിക്കോപ്പുകൾ തയ്യാറാക്കിയ കേന്ദ്രത്തിൽ അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകൾ നടന്നു വരികയാണ്. മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അനുശോചനം രേഖപ്പെടുത്തി. അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പിതാവ് അറിയിച്ചു. ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും നിറവിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ തികച്ചും ദൗർഭാഗ്യകരമാണ് എന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ് അനുസ്മരിച്ചു. നമ്മുടെ സന്തോഷങ്ങൾ കണ്ണുനീരിൽ അവസാനിക്കുന്ന ഈ സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണ്. ഇത്തരം വേദനാജനകമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടവും ബന്ധപ്പെട്ട അധികാരികളും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. മരണമടഞ്ഞവരുടെ നിത്യശാന്തിക്കായും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളുടെ ആത്മധൈര്യത്തിനായും സഭയുടെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തബാധിതരായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും അവർക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും സുമനസ്സുകളായ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്ന് പിതാവ് അഭ്യർത്ഥിച്ചു.